ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മട്ടൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ റോസ്റ്റാണ്. അപ്പം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുക. മട്ടൻ ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. പിന്നെ മട്ടൻ്റെ വേവൊക്കെ എന്ന് പറയുന്നത് ഓരോ മട്ടൻ്റെ ഇതുപോലെ ഇരിക്കും. എല്ലാ മട്ടനും ഒരുപോലെ കുക്കാണെന്നില്ല. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് പെരുംജീരകം 1 ടീസ്പൂൺ, മല്ലി ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ്. മല്ലി സീഡാണ്, അതൊരു 1.5 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 5-10 കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു വേണം, ഒരു 5-6 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 5-6 ഏലക്ക അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ജാതിയുടെ പത്ര, ഒരു ചെറിയൊരു പെറ്റലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മട്ടൻ ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു 20 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. മീറ്റൊക്കെ വേവിക്കാൻ നേരത്തെ എപ്പോഴും അടപ്പ് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കറി പൗഡർ അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറി ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബീഫും ഇതേ റെസിപ്പിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്, ഒത്തിരി വലിയ പാടൊന്നുമില്ല. പിന്നെ ഇത് മട്ടൻ വെന്ത് വന്ന ഒരു താമസം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ മട്ടൻ ഒരു 1.25 മണിക്കൂറോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും എൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. പിന്നെ കുക്കറിലും ഇത് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് വെന്ത ശേഷം വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഗരം മസാലയൊക്കെ ഇതുപോലെ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.